നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം. ഇന്ന് 2025 ഓഗസ്റ്റ് 2 ശനിയാഴ്ച. കൊല്ലവർഷം 1200 ആണ്ട്. മലയാള മാസം കർക്കിടകം 16. നക്ഷത്രം വിശാഖം. ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ. അശ്വതി. പുതിയ പദ്ധതികൾക്ക് തുടക്കം. മനസ്സിന് സമാധാനം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. വ്യവഹാരശക്തി ബലപ്പെടും. ചില തീരുമാനങ്ങൾ വൈകാം. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ദീപമർപ്പിക്കുക. ഭരണി. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബസഹായം, മനഃശാന്തി എന്നിവ നിലനിൽക്കും. എങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സം നേരിടേണ്ടതായി വരാം. പരിഹാരത്തിന് ദേവിക്ക് കദളിപ്പഴം സമർപ്പിക്കുക. കാർത്തിക. കലാരംഗം, ആശയവിനിമയം നേട്ടം കാഴ്ചവയ്ക്കും. സമ്മർദ്ദം, സംഘപ്രേരണം എന്നിവയുണ്ടാകും. വ്യക്തിനിലയിൽ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. രോഹിണി. കുടുംബത്തിൽ സന്തോഷവും ബന്ധശുദ്ധിയും ഉണ്ടാകും. സമത്വബോധം വർദ്ധിക്കും. മനോവൈകല്യം കുറയും. അച്ഛനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പരിഹാരത്തിന് ശ്രീകൃഷ്ണനോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. മകയിരം. തൊഴിലുമായി കുറച്ചു ചേരൽ. വിജയലാഭാനുസരമായ തകരാറുകൾ. വ്യക്തതയുള്ള തീരുമാനങ്ങളെടുക്കും. ഉത്തരവാദിത്വം വർദ്ധിക്കും. അമിത വിശ്വാസം ഒഴിവാക്കുക. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ധാരയർപ്പിക്കുക. തിരുവാതിര. യാത്രയ്ക്കും സാമൂഹിക ഇടപെടലിനും അനുകൂല ദിനം. ചിന്താശക്തി വർദ്ധിക്കും. ശക്തിയുള്ള നീക്കങ്ങൾക്ക് സാധ്യത. കടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിന് ഗണപതിക്ക് പൂജ അർപ്പിക്കുക. പുഷ്പാർച്ചന നടത്തുക. പുണർദം. വിദ്യാഭ്യാസം, നിർവചനം, കരിയർ മേഖലയിൽ വളരൽ. മനഃശക്തി ഉണ്ടാകും. ചില കാര്യങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് നടന്നെന്ന് വരില്ല. പരിഹാരത്തിന് ഗുരുനമസ്കാരം നടത്തുക. പൂയം. കുടുംബം, സംഭാഷണം, സൗഹൃദം മികച്ചിട്ടതാകും. തേജോധൈര്യം, വ്യക്തിമാന്യം പാലിക്കുക. ചെറിയ ആശയവ്യത്യാസം സംഭവിക്കാം. പരിഹാരത്തിന് കൃഷ്ണക്ഷേത്രത്തിൽ തുളസീദളം അർപ്പിക്കുക. ആയില്യം. ആരോഗ്യശ്രദ്ധ ആവശ്യമായി വരാം. ആശങ്കകൾ ഒഴിവാക്കാം. ആത്മസംയമനം പാലിക്കുക. പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക. ധനകാര്യ കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. പരിഹാരത്തിന് നാഗക്ഷേത്രത്തിൽ പാൽ നിവേദനം നടത്തുക. മകം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. ധൈര്യം കൈവിടാതിരിക്കുക. ആത്മനിഗ്രഹം ഒഴിവാക്കുക. വിവാദങ്ങൾ ഒഴിവാക്കുക. പരിഹാരത്തിന് ഗുരുവിങ്കൽ നമസ്കരിക്കുക. ദേവിക്ക് വിളക്ക് വയ്ക്കുക. പൂരം. പുതിയ ബന്ധങ്ങൾ, സന്തോഷകരമായ സംഭവങ്ങൾ. സൗമ്യത കൈവിടാതിരിക്കുക. ആത്മാർത്ഥത കൈവിടാതിരിക്കുക. മാനസിക അലസതയ്ക്ക് സാധ്യത. പരിഹാരത്തിന് ദേവിക്ക് പായസം അർപ്പിക്കുക. ഉത്രം. പ്രശസ്തി, തൊഴിൽ പരിചയ വർധനം. വ്യക്തതയുണ്ടാവും. ഉത്തരവാദിത്തം വർദ്ധിക്കും. സ്ട്രെസ്, തലകഷ്ടം എന്നിവ ഒഴിവാക്കുക. പരിഹാരത്തിന് ശിവപഞ്ചാക്ഷരി ജപിക്കുക. അത്തം. ബന്ധങ്ങൾക്ക് ഉറപ്പും മനസ്സിന് ശാന്തിയും ഉണ്ടാകും. മനഃശക്തി വർദ്ധിക്കും. ധൈര്യം വർദ്ധിക്കും. ചെറിയ കാര്യങ്ങളിൽ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കും. പരിഹാരത്തിന് വിഷ്ണുനാമജപം നടത്തുക. ചിത്തിര. കലാപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. ബുദ്ധി നൈപുണ്യം, വ്യക്തിമാന്യം. ആശയക്കേട്ടിൽ അഹങ്കാരം ചെലുത്താൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് കൃഷ്ണപൂജ നടത്തുക. ഭജനകളിൽ പങ്കെടുക്കുക. ചോതി. സാമ്പത്തിക മേഖലയിൽ ജാഗ്രത പാലിക്കുക. നിർണാമക തീരുമാനശേഷിയുണ്ടാകും. ആശയം കാണൽ, നിയമലംഘന സാധ്യത. പരിഹാരത്തിന് കുബേരമന്ത്രം ജപിക്കുക. വിശാഖം. തൊഴിലുറപ്പ്, യാത്രകൾക്ക് അനുകൂലം. ചിന്താശക്തി വർദ്ധിക്കും. ഗുണഭാവമുണ്ടാകും. അമിത ആത്മവിശ്വാസം ആപത്തിൽ കൊണ്ടു ചെന്ന് ചാടിക്കും. പരിഹാരത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക. അനിഴം. ബന്ധങ്ങൾക്കിടയിൽ പുതുമയും കൃത്യതയും ഉണ്ടാകും. വിശകലനശേഷി വർദ്ധിക്കും. വ്യക്തത വരും. ചിലവിൽ ശ്രദ്ധ വരുത്തേണ്ടതാണ്. പരിഹാരത്തിന് ഗായത്രി മന്ത്രം ജപിക്കുക. തൃക്കേട്ട. പ്രതിസന്ധി മറികടന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. പ്രതിഭ, ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കും. മാനസിക സംശയങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ ദീപം അർപ്പിക്കുക. മൂലം. കുടുംബപരമായി സൗഹൃദം, മാനസിക ആദരം. ധൈര്യവും ത്യാഗവുമുള്ള നില മെച്ചപ്പെടുത്തുക.
സാമ്പത്തിക തകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പരിഹാരത്തിന് ശ്രീകൃഷ്ണ നാമസ്മരണം നടത്തുക. പോരാടം. സൗഹൃദം ഒരു വിജയത്തിലേക്ക്. ആത്മാർത്ഥത, സഹിഷ്ണുത എന്നിവ നിലനിർത്തുക. തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിന് കാലിക്ഷേത്രം സന്ദർശിക്കുക. ഉത്രാടം. തൊഴിൽ മേഖലയിൽ പരിശോധനയും നേട്ടവും. ശാന്തത കൈവിടാതിരിക്കുക, ധൈര്യം സംഭരിക്കുക. ശരീരക്ഷാമത്തിന് സാധ്യത. ആരോഗ്യം അവലോകനം ചെയ്യുക. പരിഹാരത്തിന് ഗുരുപൂജ നടത്തുക. തിരുവോണം. പഴയ ബന്ധങ്ങൾ പുതുക്കാം, നല്ല തുടക്കങ്ങളുണ്ടാകും. മാനസിക ആനന്ദമുണ്ടാകും, ആത്മബലം വർദ്ധിക്കും. ചില വാക്കുകളിൽ കൃത്യതയാവാം. പരിഹാരത്തിന് വിഷ്ണുനാമസ്മരണം നടത്തുക. അവിട്ടം. കൂട്ടായ്മയിൽ ആത്മാർത്ഥത തെളിയും. നിലനിൽക്കുന്ന ബന്ധങ്ങളുണ്ടാകും, കരുണ കാണിക്കുക. ക്ഷീണത്തിന് സാധ്യത, വെറുപ്പിന് സാധ്യത. പരിഹാരത്തിന് ശനിദേവനോട് പ്രാർത്ഥിക്കുക. ചതയം. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നേട്ടമുണ്ടാകും, അറിവ് വർദ്ധിക്കും, നയതന്ത്രശേഷി വർദ്ധിക്കും. നിരീക്ഷണശേഷി കുറയുന്നുവെങ്കിൽ അത് തെറ്റാകും. പരിഹാരത്തിന് നവഗ്രഹ സ്മരണ നടത്തുക. പൂരുരുട്ടാതി. ആധികാരികത ആവശ്യമായ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. ദീപ്തിയും ദർശനവും ഉണ്ടാകും. കൃത്യതക്കുറവുകൾ പ്രശ്നം സൃഷ്ടിക്കും. പരിഹാരത്തിന് ഗുരുനമസ്കാരം നടത്തുക. ഉത്രട്ടാതി. ബന്ധങ്ങൾക്കിടയിലെ വിശ്വാസം നിലനിർത്തുക. സൗഹൃദത്തിന് സന്ദർശനമുണ്ടാകും. ആത്മീയത കൈവെടിയാതിരിക്കുക, വിശ്വാസം വർദ്ധിക്കും. അമിത പ്രതീക്ഷകൾ ഒഴിവാക്കുക. പരിഹാരത്തിന് കുലദേവതയെ സ്മരിക്കുക. രേവതി. സന്തോഷകരമായ ബന്ധങ്ങളുണ്ടാകും, മനസ്സിന് ആശ്വാസം ലഭിക്കും, മാനസികമായി സമാധാനമുണ്ടാകും. ചെറിയ നിരാശകൾക്ക് സാധ്യത. പരിഹാരത്തിന് നാരായണീയം പാരായണം ചെയ്യുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനനസമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. നന്ദി. ശുഭദിനം.